നമസ്കാരം, ഞാൻ ഡോക്ടർ കെലീന പീറ്റർ. അടൂർ റിഹ സ്കിൻ കെയർ ക്ലിനിക്കിൽ ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഈ അടുത്തിടെയായിട്ട് ഏകദേശം 2 മാസക്കാലമായിട്ട് നമ്മുടെ വേനൽക്കാലം കൂടുന്നതനുസരിച്ച് പലർക്കും ഉണ്ടാകുന്ന സംശയങ്ങളാണ് ഈ വേനൽക്കാലത്ത് വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ പരിഹരിക്കും. സ്കിൻ അമിതമായി ടാനാവുന്നു, ഡ്രൈ ആകുന്നു, ചുണ്ട് പൊട്ടുന്നു, കൈകാലുകൾ അറ്റം പൊട്ടുന്നു, അതുപോലെ തന്നെ പുഴുക്കടി, മുഖക്കുരു ഇങ്ങനെയുള്ളത് കൂടുന്നു, പിന്നെ ഒത്തിരി പേർക്ക് സൺബേൺ ഉണ്ടാവുന്നു. ഇതിനെയൊക്കെ തടയാൻ എന്ത് ചെയ്യണം? അപ്പം ഇങ്ങനെയുള്ള നിരന്തരം സംശയങ്ങൾ വന്നപ്പോൾ 1-2 ടിപ്സുകൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, വ്യക്തി ശുചിത്വമാണ് നമുക്ക് അത്യാവശ്യം. ദിവസം 1-ലധികം തവണ കുളിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ മുഖക്കുരു അമിതമായിട്ടുള്ളവർക്ക് 2 തവണയെങ്കിലും ഫേസ് വാഷ് ഉപയോഗിച്ച് തന്നെ മുഖം കഴുകണം. നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് നിർദ്ദേശിച്ചിട്ടുള്ള ഫേസ് വാഷ് തന്നെ ഉപയോഗിച്ച് മുഖം കഴുകുകയാണെങ്കിൽ അത്രയും കൂടി സെബം കുറയ്ക്കാനും ഓയിലിനെസ് ഫേസിൻ്റെ ഇത് കുറയ്ക്കാനും സഹായിക്കും. കുളിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, കുളി കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് ശരീരം തുടച്ച് ഒപ്പിയെടുക്കുക. വെള്ളത്തിൻ്റെ അംശം നമ്മുടെ ഇടുക്ക് ഭാഗത്തും മടക്ക് ഭാഗങ്ങളിൽ തങ്ങി നിൽക്കാതെ വേണം തുടച്ചെടുക്കുക. കുളി കഴിഞ്ഞിട്ട് അത്യാവശ്യം മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഏത് മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമിതമായിട്ടുണ്ടാകുന്ന ഡ്രൈനെസ്, സ്കിൻ ടാനിങ് ഇതെല്ലാം നിങ്ങൾക്ക് തടയാനായി സാധിക്കും. കുളിയോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രധാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഫുൾ സ്ലീവായിട്ടുള്ള ഡ്രസ്സുകൾ വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കോട്ടൺ ഡ്രസ്സ് ധരിക്കുക. രാത്രി കാലങ്ങളിൽ ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സ് ധരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൂടുതലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് സൺസ്ക്രീനെ കുറിച്ചാണ്. സൺസ്ക്രീൻ പലതരത്തിലുള്ള SPF-ൽ വരുന്നുണ്ട്. 15 മുതൽ 50, 70, 100 എന്നിങ്ങനെ പല റേറ്റിങ്ങിലുള്ള സൺസ്ക്രീൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ സ്കിന്നിന് യോജിച്ച രീതിയിലുള്ള സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് നിങ്ങളെ സഹായിക്കും. 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സ്കിൻ നല്ല ഓയിലി ആണെങ്കിൽ നിങ്ങൾ ഗ്രീസിനെസ് കുറഞ്ഞിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ ഒരുപാട് അതിനെ ഹെൽപ്പ് ചെയ്യും. അതേസമയം ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ചും കൂടെ മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉള്ള സൺസ്ക്രീൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, സൺസ്ക്രീൻ ഉപരിയായിട്ട് നമുക്ക് പുറത്തും അധികം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുട ചൂടാൻ പറ്റുന്നില്ല. അങ്ങനത്തെയൊക്കെയുള്ള അവസ്ഥ വരികയാണെങ്കിൽ വീതിയുള്ള തൊപ്പി, നല്ല വീതിയുള്ള തൊപ്പി ധരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഒത്തിരി പുറത്ത് കുറേയധികം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തൊപ്പി വെച്ച് തന്നെ ജോലി ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നേരിട്ടുള്ള സൂര്യതാപം നമ്മുടെ മുഖത്തേക്ക് വരികയും സൺബേൺ ഉള്ള സാധ്യത കൂടുകയും ചെയ്യും. വാഹനങ്ങളിൽ അധികം ദൂരം നമ്മൾ 10:30-ക്കും വൈകിട്ട് 3:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ സൺഗ്ലാസ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ കണ്ണിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കുകയും കണ്ണിന് ചുറ്റും വരാവുന്ന ടാനിങ് കുറയ്ക്കുകയും ചെയ്യും. പിന്നെ ദിവസവും നമ്മളൊരു 10-12 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വളരെ നന്നായിരിക്കും. ശരീരം ഹൈഡ്രേറ്റഡ് ആയി സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ചൂട് കാലത്ത്. ചൂടിനെ ഭയക്കേണ്ട, കാലാവസ്ഥകൾ വന്നും പോയി ഇരിക്കും. ഓരോ കാലാവസ്ഥക്കനുസരിച്ച് നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും നമ്മുടെ ആരോഗ്യം പരിപാലിക്കുകയും സന്തോഷമുള്ള മനസ്സോടും ആരോഗ്യമുള്ള ശരീരത്തോടും ഇരിക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റേ സേഫ്.